എൻ ഡി പി സിക്ക് വന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ എൻ ഡി പി സി ലേറ്റസ്റ്റായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻകം ഓഫ് രാമൻ ഇത്രയും രൂപയാണ്. ഹീ സേവ്സ് 22.5% ഓഫ് ഹിസ് ഇൻകം. ഇൻകം ഇൻക്രീസ്ഡ് ബൈ 22%, എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ 25%. സേവിങ്സ് എന്താവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സേവിങ്സിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് അല്ല ചോദിച്ചത്. അപ്പോൾ ഇത് പേന എടുക്കാതുള്ള രീതിയിലും ചെയ്യാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പേന എടുത്തുള്ള ബേസിക് മെത്തേഡിലും ചെയ്യാം. അപ്പോൾ അത് ഞാനിത് ബേസിക് മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് കേസിൽ ഇൻകം ഇത്രയാണ്. 22% എന്താണെന്ന് ആദ്യം നോക്കണം. ഇപ്പോൾ 2.5%, 25% 1/4 ആണ്. ഞാൻ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 2.5% എന്ന് പറഞ്ഞാൽ 25/10 ആണ്. ഇതേ ബൈ 10 ചെയ്യുക, 1/40 വരും. അപ്പോൾ 22 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 225 എന്ന് പറഞ്ഞാൽ 25 ഗുണം 9 ആണ്. അപ്പോൾ 22.5% എനിക്ക് എങ്ങനെ എഴുതാം? ഇതേ ഗുണം 9 ആണ്. ഇതേ ഗുണം 9 ചെയ്യുക, 9/40 എന്ന് പറയാം. അതായത് ആദ്യമേ അയാളുടെ ഇൻകത്തിൻ്റെ 9/40 പാർട്ടായിരുന്നു സേവ് ചെയ്തിരുന്നത്. അതായത് അയാളുടെ ഇൻകം 40 ആയിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾ എത്ര സേവ് ചെയ്തിരുന്നത്? 9 ആയിരുന്നു സേവ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ അലിഗേഷനിലോട്ട് പോകാം. എക്സ്പെൻഡിച്ചർ സേവിങ്. എക്സ്പെൻഡിച്ചറിൻ്റെ സേവിങ്ങിൻ്റെ റേഷ്യോ നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ഒരു ഫ്രാക്ഷനിൽ നിന്ന് കിട്ടി. അതായത് ടോട്ടൽ ഇൻകം 40 ആണെങ്കിൽ 9 അയാൾ സേവ് ചെയ്യുന്നു, ബാക്കി 31 അയാളുടെ സ്പെൻഡിങ് എന്ന് പറയുന്നത്. ഇനി എക്സ്പെൻഡിച്ചറിൻ്റെ ചേഞ്ച് എന്താ? എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ബൈ 25%. അപ്പോൾ എക്സ്പെൻഡിച്ചറിനുള്ള ചേഞ്ച് ഇവിടെ 25% ആണ്. ഇൻകം എത്രയാണ് ചേഞ്ച് ചെയ്യുന്നത്? 22% ആണ്. നമുക്ക് സേവിങ്ങിലുള്ള ചേഞ്ച് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ ഗ്യാപ്പാണ് ഇവിടുത്തെ റേഷ്യോയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 9 കറസ്പോണ്ടിങ് ചെയ്യുന്ന വാല്യൂ ആണ് 25 - 22, 3%. അതായത് എന്താണോ ഇവിടെ ഉള്ളത് അതിൻ്റെ ബൈ 3 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള വാല്യൂ എന്ത് വരും? എന്താണോ ഇവിടെ ഉള്ളത് 9ൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 31ൻ്റെ വാല്യൂ 31/3% ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയുന്നത് കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തായിരിക്കും? കുറയുമായിരിക്കും. നമ്മൾ ഓൾറെഡി ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇത് വാല്യൂ എന്ത് കിട്ടും? 22ൽ നിന്നും 31/3 കുറയ്ക്കുക. 22 - 31/3, 66 - 31, 35/3 കിട്ടും. അതായത് 35/3% ആണ് എന്ത് ചെയ്യുന്നത്? സേവിങ്സ് കൂടുന്നത്. പെർസെൻറ്റേജിലായിരുന്നു ആ ചേഞ്ച് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ആൻസർ എത്രയായിരുന്നു? സേവിങ്സ് ഇൻക്രീസ്ഡ് ബൈ 35/3%. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻക്രീസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിക്രീസിൻ്റെ ഓപ്ഷൻ രണ്ടും എന്ത് ചെയ്യാം? നമുക്ക് തടയാം. ഇത് പേന എടുക്കാതെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ മെത്തേഡ് നിങ്ങൾ അറിയണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ എത്രയായിരുന്നു സേവിങ്സ് ഉള്ളത്? ആ സേവിങ്സിൻ്റെ 35/3% ആണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ഇൻ സേവിങ്സ്. അപ്പോൾ നേരത്തെ സേവിങ്സ് എത്രയായിരുന്നു? 86,400 ഉണ്ടെങ്കിൽ 86,400 ഉണ്ടെങ്കിൽ അതിൻ്റെ 9/40 ആയിരുന്നു നേരത്തെ സേവിങ്സ്. അപ്പോൾ ഇൻക്രീസ് എത്ര വരുന്നത്? നേരത്തെ ഉള്ള സേവിങ്സിൻ്റെ 35/3%. അതായത് 35 / മാറ്റുമ്പോൾ 2 0 വരും, 35/300. ഇനി നമുക്ക് പറയാം ആൻസറിനകത്ത് 7 കാണും, ആൻസറിനകത്ത് 9 കാണും. നേരത്തെ തന്നെ പറയാമായിരുന്നു. അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻക്രീസ് ആയിരിക്കും. ഇവിടെ നോക്കുന്ന സമയത്ത് വേറെ ഒന്നും നോക്കണ്ട, ഈ 3ഉം ഇത് പോയി, വേറെ ഒന്നും നോക്കണ്ട. ഇത് 14 - 4 = 18. അതായത് ഇവിടെ എന്തുണ്ട്? 9ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട്. ഒരിക്കലും ഞാനിത് ഫുള്ള് ചെയ്ത് കാണിച്ചു തരത്തില്ല, അത് ബേസിക് മെത്തേഡ് അല്ല. വെട്ടി ചെയ്യുന്നത് ഒരിക്കലും ബേസിക് മെത്തേഡായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. അതിന് കാൽക്കുലേഷനും 20 ക്ലാസ് ആ ഒരു സ്പെഷ്യൽ ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? എന്തായാലും 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ഇൻക്രീസും ആയിരിക്കും. അപ്പോൾ നോക്ക്, ഇൻക്രീസിനകത്ത് 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്നത് 4, 10, 18, 9ൻ്റെ മൾട്ടിപ്പിളാണ്. 4, 11, 15, 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും? 2, 2, 6, 8 എന്ന് കിട്ടും. പിന്നെ അത് 7 കാണും. ആൻസർ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 7, 16, 28, 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ആൻസർ 22, 68 കിട്ടി. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ബേസിക് ആയിട്ടുള്ള വഴിയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഈ ഒരു വാല്യൂ ഉണ്ട് 867.0. ഇത് കാണുമ്പോൾ തന്നെ എന്താണ്? 14, 4, 18, 9ൻ്റെ മൾട്ടിപ്പിളാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ സേവ്സ് 22.5% ഓഫ് ഹിസ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ 22.5നെ
2.5 എപ്പോഴും മനസ്സിൽ വേണ്ടതാണ്. അല്ലെങ്കിൽ 5%ൻ്റെ പകുതിയാണ്. ഇങ്ങനെ ചെയ്യാം. 5% 1/20, അതിൻ്റെ പകുതി 1/40, അത് ഇൻറ്റു 9/40 ആണ്. അപ്പോൾ നമുക്കറിയാം സേവിങ്സ് എന്ന് പറഞ്ഞാൽ 864.00 9/40 ആയിരുന്നു ഇനിഷ്യൽ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചേഞ്ച് വന്നാലും സം പെർസെൻറ്റേജ് ബൈ 100 എന്ന് എഴുതിക്കൂടെ? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മേളിലുള്ള ബൈ 100ഓ ബൈ 3ഓ എന്തോ ആയിക്കോട്ടെ, ഈ മേളിലുള്ള 9 എവിടെ തന്നെ കാണും? ഇവിടെ തന്നെ കാണും. ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു 9 കൂടെ ഉണ്ട്. താഴെ നമുക്കിവിടെ 3 ആയിരുന്നു വന്നത്. ആ 3 വന്നതുകൊണ്ട് എന്ത് ചെയ്തു? ഈ 9 തൊട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയമില്ല, അല്ലെങ്കിൽ ഇത് ഫാസ്റ്റായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തുള്ള ഇതിൻ്റെ 9 എന്ത് ചെയ്യാം? നമ്മൾ ആൻസറിൽ കാണും. ആ 9 വരുന്ന ഓപ്ഷൻ ഏതുള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ 9 വരുന്നുള്ളൂ. പക്ഷേ ഇൻക്രീസും ഡിക്രീസും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഈ ഒരു പ്രോസസ്സ് കൂടെ ചെയ്യേണ്ടി വരും. പക്ഷേ രണ്ട് തന്നെ ആയാലും ഫാസ്റ്റായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ 100 വെച്ചോ അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ എടുത്ത് ചെയ്യാൻ നിന്നാൽ ഇത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യനായിട്ട് മാറും. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബേസ് മുതൽ മാത്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്യാം.